അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ സന്നിധാനത്തിൽ ഈ രാവിലെ ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കടന്നു വന്നവർക്കായി സ്തോത്രം. വരാനുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന പകൽക്കാലം അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ, സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയതകളാൽ അങ്ങയ്ക്ക് പാടി അങ്ങയ്ക്ക് മഹത്വം കരേറ്റുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ വ്യാപാര ശക്തി, ഇത് സൗഖ്യമാക്കുന്ന വ്യാപാര ശക്തി ഈ പകൽക്കാലം ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം എല്ലാവരും അനുഭവിച്ചുകൊണ്ട് മടങ്ങുവാനിടയാക്കണമേ. തിരുസാന്നിധ്യം കൂടുതലിരിക്കണം. ആത്മാവിൽ പാടി ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഈ പകലിടയാക്കണം. തിരുനാമ മഹത്വം എടുക്കും. പ്രാർത്ഥന കണ്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ പാടി ആരാധിക്കുക. ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് കുറച്ച് പേരൊക്കെ അധികം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കടന്നു വരുന്നവർ മുൻപോട്ട് ഇരിക്കുന്നത് നല്ലതാണ്. കുഴപ്പം ഇതുവരെ സോഫാർ ഓക്കെയാണ് കേട്ടോ. എന്നാലും ഓരോ ലൈനൂടെ ചന്ദ്രൻ ബ്രദർ ഒന്ന് ഇനി 2 മാസത്തേക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പോട് മുമ്പോട്ട് വെക്കാം. സത്യം ചെയ്യും, കുഴപ്പമില്ല. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധ തിരുസനിൽ കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ജീവനും സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ തന്നല്ലോ. ബലവും ആരോഗ്യവും സൗഖ്യവും ശക്തിയും ഒക്കെ തന്ന് തിരുപാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു സങ്കീർത്തനഭാഗം വായിച്ചിട്ട് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 66-ാം സങ്കീർത്തനം, സാംസ് 66, 66-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവഭൂവാസികളുമായുള്ളവേ ദൈവത്തിന് ഘോഷിക്കുവേൻ. നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. വന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ നോക്കുവേൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവർത്തിയിൽ ഭയങ്കരൻ. അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കും. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഈ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാതെ നമ്മോട് ഇന്നയോളം ദയോട് ഇടപെട്ട് കരുണയിലും മനസ്സിലും സ്നേഹത്തിലും ഓരോ ദിവസവും വഴി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അവൻ നടത്തിയ വഴികളെ ഓർത്ത്, അവൻ്റെ ദയയും കരുണയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, സർവഭൂവാസികളുമായുള്ളവരെ ദൈവത്തിന് ഘോഷിക്കുവിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിക്കുവിൻ. നമ്മൾ ഇന്നലെ വൈകിട്ടും കേൾക്കുവാനിടയായി തീർന്ന 12-ാം വാക്യം ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. ആമേൻ. ജീവിതത്തിൻ്റെ സാഹചര്യമാണ്. എന്നാൽ അടുത്ത വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമൃദ്ധി എന്നുള്ളത് സമൃദ്ധിയായ നിത്യജീവനാണ്. നമുക്ക് പറയുവാനുള്ള, നമുക്ക് പുകഴുവാനും ആരാധിപ്പാനും സ്തുതി അർപ്പിക്കാൻ
ജീവിക്കുവാനും നമുക്കുള്ള ഒരേ ഒരു കാരണം അവൻ സമൃദ്ധിയായ ജീവൻ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നു എന്നുള്ളതാണ്. തീയും വെള്ളത്തിലും കൂടെ ഒക്കെ കടക്കേണ്ടി വന്നാലും അതിൻ്റെ നടുവിൽ സമൃദ്ധിയായ ജീവൻ തന്ന് ജീവനുള്ള ദേശത്ത് നമ്മെ നടത്തുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് 13-ാം വാക്യം പറയുന്നു, ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. നാം ദിവസങ്ങളിൽ കഴിക്കുന്ന ഏറ്റവും വലിയ നേർച്ച നാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതാണ്. അവനെ ആരെന്നറിഞ്ഞ് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അവൻ നമ്മുടെ ജീവിതത്തിൽ തന്ന നിത്യജീവനെ ഓർത്തുകൊണ്ട് അവന് സ്തോത്രവും സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിക്കാം. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ആമേൻ. സ്തോത്രം. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. വാനിലും ഭൂവിലും മേലായ നാമം വന്ദിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്ദിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നോരു നാമമത്. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നോരു നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിനും ഉത്തമ ഭക്തന്മാർ പാടി പുകഴ്ത്തിയിടും ഉന്നതമാം ദൈവ നാമമത്. ഉത്തമ ഭക്തന്മാർ പാടി പുകഴ്ത്തിയിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധനാവേളയിൽ താങ്ങി നടത്തിയിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധനാവേളയിൽ താങ്ങി നടത്തിയിടും നാമമത്. ഭയം മുറ്റുമകറ്റിയിടും നാമമത്. ഭയം മുറ്റുമകറ്റിയിടും നാമമത്. യേശുവിൻ
നാമത്തിന് നന്ദിയും ആരാധനയും സ്തുതി സ്തോത്രവും വന്ദനം പുകഴ്ച അർപ്പിക്കുന്ന കർത്താവേ. പാപിയെ രക്ഷിപ്പാൻ പാരിടത്തിൽ വന്ന ആ നാമത്തിനായി നന്ദി കർത്താവേ. ആ തിരുനാമത്താൽ അങ്ങയുടെ തിരുശരീരത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി കർത്താവേ. ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തുന്ന കോടാനുകോടി ദൂതന്മാരോടൊപ്പം കർത്താവേ, വിശുദ്ധന്മാരായ ഞങ്ങൾക്ക് കർത്താവേ, അവിശുദ്ധനായ ദൈവത്തെ എല്ലാ നാമത്തിനും മേലായ ആ നാമമുള്ളവരെ പാടുവാനും പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ആരാധിപ്പാനും ഒരവസരം കൂടെ തന്നതിന് നന്ദി കർത്താവേ. തീയിലൂടെയും വെള്ളത്തിലൂടെയും കടക്കേണ്ടി വന്നുവെങ്കിലും ഞങ്ങളെ സമാധാന സമൃദ്ധിയിലേക്ക്, നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി നന്ദി കർത്താവേ. ആ നാമത്തെ ഓർത്ത് സ്തുതിയും ബഹുമാനവും ആരാധനയും പുകഴ്ചയും വന്ദനം കീർത്തനങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നപ്പാ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം 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 മഹത്വം. പാടുവാനും സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഏകനാമം, ആ ഏകനാമത്തിന് എല്ലാ ആരാധന സ്തുതി സ്തോത്രം നന്ദി വന്ദനം പുകഴ്ച അർപ്പിക്കപ്പാ. Thank you Lord, thank you Lord, thank you Lord, thank you Lord. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാവമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്ത പാവനമ പുണ്യനാമം. പാവമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്ത പാവനമ പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ആമേ ശ്രീയേശു അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ആമേ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കരിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കരിഞ്ഞ നാമം. അന്യരെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യരെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. വാനഭൂമിയേവം പാതാളമൊരുവോ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരുവോ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ വികാരത്തിനും ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ വികാരത്തിനും ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശു
യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഏകനാമത്തിന് ശ്രീയേശുനാമം അതിശയനാമം. എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവനെ, ആരാധനയ്ക്കും സ്തുതികൾക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനെ അങ്ങേ വാഴ്ത്തുന്നു. ഓ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവേ, ഞങ്ങളെ വീണ്ടെടുപ്പാൻ, ഞങ്ങളെ രക്ഷിപ്പാൻ, മക്കളാക്കി തീർക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായി നന്ദി കർത്താവേ. പാപപരിഹാരാർത്ഥം ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തെ തുള്ളി രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്തു. ക്രൂശോളം തന്നെ താൻ താഴ്ത്തി കർത്താവേ. അതുകൊണ്ട് അങ്ങേക്ക് എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവനായി തീർന്നല്ലോ. സകല അവകാശവും അങ്ങേക്ക് തന്നല്ലോ. അറുക്കപ്പെട്ട കുഞ്ഞാടേ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് സ്തുതികൾക്ക് ബഹുമാനത്തിന് പ്രകൃഷയ്ക്കും വന്ദനത്തിനും യോഗ്യൻ. കുഞ്ഞാടേ, യോഗ്യൻ. എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവരെ, രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിന് അധിവസിക്കുന്ന ഏകനാമത്തിന് ആരാധന, പുകഴ്ച, സ്തുതി, സ്തോത്രം, മഹത്വം, പുകഴ്ച അർപ്പിക്കുന്നപ്പാ. വീണ്ടെടുപ്പാൻ എണ്ണമില്ലാത്ത പാപത്തിൽ നിന്ന് നീക്കി തങ്ക നിണത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് മക്കളാക്കി തീർത്ത മഹാസ്നേഹത്തിന്റെ ആഴത്തിന് നന്ദിയപ്പാ. ആ നാമത്തിന് എല്ലാ ആരാധനയും സ്തുതിയും ബഹുമാനവും വന്ദനവും പുകഴ്ച അർപ്പിക്കുന്നു. മഹത്വം. തുടർന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് മോൻസ് ഞാൻ പ്രാർത്ഥിക്കാനായി അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. Before I go further, I invite our youngsters to come forward and recite the word. Come on. Hurry up. Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! John 3:16. For God so loved the world that He gave His only begotten Son, so that we may not perish. Jesus Christ is the same
yesterday, today, and forever. Jeremiah 10:10. But the Lord is the true God. He is the living God. He is the living God, the eternal King. When he is angry, the earth trembles, and nation cannot endure his wrath. Psalms 98 verse 5. Make music for the Lord with the harp, and with sound of singing. Jeremiah 10 verse 12. But God made the earth by his power. He founded the world by his wisdom. He stretched out heavens by his understanding. Anyone who belongs to Christ has become a new person. The old life is gone. A new life has begun. 2 Corinthians 5 verse 17. Jeremiah 10 verse 12. But God made the earth by his power. He founded the world by his wisdom and stretched out the heavens by his understanding. John 15 verse 16. You did not choose me, but I chose you and appointed you so that you might go and bear fruit, fruit that will last, and so that whatever you ask in my name, the Father will give you. Whoever has will be given more, and they will have an abundance. Whoever does not have, everything they have will be taken away. Matthew 25 verse 29. John 15 verses 16. You did not choose me, but I chose you and appointed you so that you might go and bear fruit, fruit that will last. And so whatever you ask in my name, my Father will give you. Romans chapter 3, verse 10 through 12. As it is written, there is none righteous, not even one. There is none who understands, there is none who seeks for God. All have turned aside, together they have become useless. There is none who does good, there is not even one. For if we die with Christ, we believe that we shall also live with him. For Christ, who is raised from the dead, dies no more. Death no longer has dominion over him. Romans 6, 8 and 9. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ബ്രദർ സാജൻ ജോൺ ഫിലിപ്പ് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ മിണ്ടാതിരിക്കാം. കർത്താവ് തന്ന ദാനങ്ങളാണ്. എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം എബവ്. ദൈവം തന്ന, സഭയ്ക്ക് തന്ന, കുടുംബങ്ങൾ തന്ന ദാനങ്ങളാണ്. അവർ പറഞ്ഞ വാക്യങ്ങൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ജീവനുള്ള വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കൃപ, ആ വാക്യം ഒരു ഉൾനട്ട വചനമായിരിക്കാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയാസാജൻ പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു ലോർഡ്. Thank you, Lord. Yes, Lord. Oh, Lord, we praise. Amen. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, ഡാലസ് എന്ന പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ പൊന്നമാമ ഇന്ന് വന്നിട്ടില്ല, വിളിച്ചു പറഞ്ഞു. പലരും ഇന്ന്
ചില ഈ ചർച്ചിലുള്ള ചില പലരൊക്കെ വരാനുണ്ട്. ശാരീരികമായ ക്ലേശമായിരിക്കാം. പക്ഷേ കടന്നു വന്നവർക്കായി സ്തോത്രം. നിങ്ങൾ മത്തായി 26 വേഴ്സ് 75. And Peter remembered the word of Jesus, who had said to him, before the rooster crows, you will deny me 3 times. So he went out and wept bitterly. അതാണ് വായിച്ചത്. മതി. അടുത്ത ഒരു വാക്യം വായിക്കും. 2 Peter chapter 3 verses 17 and 18. You therefore, beloved, since you know this beforehand, beware lest you all also fall from your own steadfastness, being led away with the error of the wicked. But you grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be the glory for both now and forever. Somebody say Amen. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കർത്താവിൻ്റെ പാദപീഠം ഒന്നിച്ചായിരിക്കാൻ ദൈവം സാവകാശം ഒരുക്കി. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ദൈവം എന്നോടും സഭയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. ഫസ്റ്റ് ഡേയിൽ ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. വിഷയങ്ങൾ കാണുമ്പോൾ ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട്. കഴിഞ്ഞ വർഷങ്ങളെക്കാളോ കഴിഞ്ഞ ദിവസങ്ങളെക്കാളോ അല്ല, അതിനേക്കാൾ അൺഎക്സ്പെക്റ്റഡ് തിങ്സ് മേ കം ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്നല്ലയോ അതിൻ്റെ അർത്ഥം? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ബിഹൈൻഡിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം കൂടെയുണ്ട്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ഹൃദയം കലങ്ങി പോകരുത് വേറെ വാക്യമാണ്. ധൈര്യമാണ് വിഷയം. ഭയം വന്നാൽ ധൈര്യം പോകും. സ്തോത്രം. സെക്കൻഡ് ഡേ ഞാൻ സൺഡേ സംസാരിച്ച വിഷയം ഫിയർ നോട്ട്, ഭയപ്പെടരുത്. ഈ ഒരു വർഷക്കാലം ദൈവാത്മാവ് സഭയോട് പറയുന്ന ദൂത ഫിയർ നോട്ട്. ഭയപ്പെടരുതെന്ന് പറഞ്ഞാലും അതിൻ്റെ ബിഹൈൻഡിലും ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. അത് വിശ്വസിക്കാമോ? ഭയപ്പെടാനുള്ള സാഹചര്യം മുൻപിലുള്ളപ്പോൾ ഭയപ്പെടേണ്ട. ഈവൻ ഇൻ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ബി ദെയർ വിത്ത് യു. അതാ പറഞ്ഞത്. അപ്പം ഏത് സാഹചര്യത്തിലും അവിടെ കണ്ടല്ലോ, തണ്ടുവലിച്ച് കുഴഞ്ഞു, ആശ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു. നോ വേ വി ഗോയിങ് ടു സർവൈവ് ഹിയർ എന്ന് അവർ തീരുമാനിച്ചു. ബട്ട് അറ്റ് ദ 4th hour of the night, 4-ാം യാമത്തിൽ somebody came far away. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, അവൻ എങ്ങനെ വന്നറിയാമോ? ഏതു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നോ അതിന്മേൽ ചവിട്ടിയാ വന്നത്. Praise the Lord. അതിൻ്റെ അർത്ഥം ഒന്നിന് പിന്നാലെ ഒന്ന് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ
പ്രിയരായവർ മാറി നിൽക്കുമ്പോൾ മാറി നിൽക്കാത്ത ഒരുവൻ. ഞാൻ അവിടെയുണ്ട്, ഞാൻ എവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ അന്ന് പ്രസംഗിച്ചപ്പോൾ ഓരോ സ്റ്റെപ്പ് ചവിട്ടി കയറിയാവെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. നാം ആയിരിക്കുന്ന ഇടത്ത് തിരമാലകൾ അടിക്കുമ്പോൾ ഓരോ തിരമാലയും ചവിട്ടിയിട്ട് അവരുടെ അടുക്കിലേക്ക് വരുന്ന ഒരു കർത്താവ്. അവിടെയാണ് വന്ന് ഫിയർ നോട്ട്, ഐ ആം ഹിയർ. ഭയപ്പെടേണ്ട, ഞാനിവിടെയുണ്ട്. ഈ പകൽക്കാലം മറന്നു പോകരുത്, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും വിട്ടുപിരിയാത്തൊരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താണ് കർത്താവെ എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് അയച്ചു. ഒന്നുമില്ല മെസ്സേജിനകത്ത്, പ്രിഫിക്സും സഫിക്സും ഇല്ല, ഒന്നുമില്ല. മെസ്സേജ് ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു 4 വേർഡാണ്. ആ വേർഡ് 1 ലവ്, 2 ഗ്രോ, 3 സെർവ്, 4 ഗോ. ആ ഗോ പറയുമ്പോൾ നിങ്ങളെല്ലാം പൊയ്ക്കളല്ലേ വിടുന്നത്. അങ്ങനെയുള്ള പോകുന്ന മെസ്സേജ് ഒന്നും അല്ല കേട്ടോ. സോ ലവ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഏത് വിഷയമായിരുന്നു? കാൺമീൻ, ബിഹോൾഡ്, ലുക്ക് അറ്റ് ഇറ്റ്, ലുക്ക് അറ്റ് ദം, ലുക്ക് അറ്റ് ദേർ, വെരി സീരിയസ്ലി. ബിഹോൾഡ് അതിൻ്റെ അർത്ഥം എന്താ? അയ്യോ അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കിക്കേ. ബിഹോൾഡ്. ആ കാണുന്നത് വാട്ട് മാനർ ഓഫ് ലവ് ഫാദർ ഹാസ് bestowed upon us. ഏതിനെ കാണിച്ചുകൊണ്ടാ? ദ ക്രോസ് ഓഫ് കാൽവറി. കാൽവറിയിലേക്ക് നോക്കിക്കേ. യോഹന്നാൻ പറയുക, വേറെ എങ്ങും നോക്കണ്ട. Look at the cross of Calvary. Behold. What is that? Who is there? It's not Jesus Christ. It is the love of the Father. ദൈവത്തിൻ്റെ സ്നേഹമാണ്. Praise the Lord. Love. ഞാൻ അവരോട് പോകുന്നു, കാരണം ഇന്നത്തെ വിഷയം അതല്ല. അതുകൊണ്ട് ഈ ഗ്രോയാ ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ലവില്, ഇഫ് യു ലവ് മീ ഫീഡ് മൈ ഷീപ്പ്. ഐ ഹാവ് സം sheep or lambs in my authority, in my ownership. If the church love me, I will hand over that to you. That's all. Simple message. അപ്പോൾ ആത്മാക്കളെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒന്നൊന്ന് പറഞ്ഞേ. ലവ് ചെയ്യുമ്പോൾ പിന്നെ ആരാധിക്കാനും പറയണ്ട, പ്രാർത്ഥിക്കാനും പറയണ്ട, മീറ്റിങ്ങൾക്ക് വരാനും പറയണ്ട. കർത്താവിനോട് സ്നേഹം കൊണ്ട് ഇതെല്ലാം നടക്കും. Number 2, if you love me, I will come and dwell with you. നമ്മോട് കൂടെ വന്ന് വസിക്കുന്ന ഒരു ദൈവം. ഒരു സ്തോത്രം പറയാമോ? മറ്റു മതങ്ങളിലില്ലാത്ത വ്യത്യാസം നമ്മുടെ ഈ മാർഗത്തിനുള്ളതെന്ന് അറിയാമോ? മറ്റു മതങ്ങൾ ദൈവത്തെ അന്വേഷിച്ചത് അവിടെ ഇവിടെയൊക്കെ, ഇപ്പം ഭയങ്കര പ്രശ്നമാണല്ലോ അവിടെ മറ്റേ മലയിലൊക്കെ, അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേ പല മൗണ്ടൻസ് പോകുന്നു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടും ദൈവത്തെ അന്വേഷിച്ച്. നമ്മുടെ വ്യത്യാസം, നാം ഇരിക്കുന്നിടത്തേക്ക് അവൻ ഇറങ്ങി വരും. ഇന്ന് അവൻ ഇവിടെ ഉണ്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊന്നും ഇരുന്നാൽ പോരാ. വിശ്വാസമുള്ള ഇച്ചിരിക്കും സന്തോഷത്തോടെ ഇരിക്കണം. അവനല്ലേ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സോ ആൻഡ് ദ തേർഡ് വൺ വാസ്, ഇഫ് യു ലവ് മീ ഐ വിൽ ഗിവ് എവറി ബ്ലെസ്സിങ് ഇൻക്ലൂഡിങ് മെറ്റീരിയൽ. മെറ്റീരിയൽ ദൈവം തരത്തില്ലെന്ന് ആരും പ്രസംഗിക്കരുത്. ദൈവം തരും. നമ്മളവിടെ വഴിയിൽ പോയി വല്ലതും തരണമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ആത്മീയമായിരിക്കണം. ദാറ്റ്സ് ഓൾ ഇറ്റ്. നന്മയും ബാക്കി പറയാമോ? കരുണയും ആയുഷ്കാലമൊക്കെയും പുറകെ വരുമെന്നേ. നിനക്ക് ഉള്ളത് എന്തെന്ന് അറിയാവുന്ന ഒരുവനുണ്ട്. വയലിലെ താമരയെ പോറ്റുന്നതാരാ? കുരുവികളെ പോറ്റുന്നതാരാ? ഹല്ലേലൂയ. സഹോദരൻ പറയാമോ? നമ്മുടെ വിഷയവും കർത്താവ് ഇത്രത്തോളം നടത്തിയില്ല എല്ലാ ആവശ്യങ്ങളും.
ഉണ്മാൻ ആഹാരം, ഉടുപ്പാൻ വസ്ത്രം, പാർപ്പാൻ പാർപ്പിടം, കുഞ്ഞുങ്ങൾ, ജോലി, സമ്പത്ത്, ആരോഗ്യം. ഇതെല്ലാം കർത്താവിൻ്റെ ദാനമല്ലായിരുന്നോ? പക്ഷെ അതിനും പ്രയോറിറ്റി വേറൊന്നുണ്ട്. രക്ഷാദാനമായി തന്നു, പുത്രനെ ദാനമായി തന്നു, പരിശുദ്ധാത്മാവിനെ ദാനമായി തന്നു. അതിലാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. സോ എവറി ബ്ലെസ്സിങ് ആൻഡ് ഇഫ് യു ലവ് മീ ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ്. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആൻസർ, ജസ്റ്റ് ലവ് ഹിം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കുന്നു. ഇഫ് യു ലവ് മീ ഐ വിൽ ഗിവ് തിങ്സ് വിച്ച് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ യു. ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതുപോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആരെങ്കിലും കൊണ്ട് ദൈവത്തെ സ്തുതിക്കാമോ? ഈ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് കേട്ടോ. ആൻഡ് ഇഫ് യു ലവ് മീ ഐ വിൽ ഡെലിവർ, ഞാൻ നിന്നെ വിടുവിക്കും. അവൻ്റെ സ്നേഹം, അത് സാംസ് 91:14 അതിന് ഇംഗ്ലീഷിൽ ഹി സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ എന്നായിരിക്കുന്നത്. മലയാളത്തിലാണ് അവനോട് പറ്റിയിരിക്കുക. ഇംഗ്ലീഷിൽ ഹി സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ, അവൻ്റെ സ്നേഹം എന്നിൽ വെച്ചിരിക്കുക. ദൈവം പറയുക. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിടുതലിന് ഒറ്റ ഒരു വിഷയമേ ഉള്ളൂ, വേറെ എങ്ങും പോകണ്ട, അവനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇഫ് യു ലവ് മീ യു വിൽ റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ്. ജീവകിരീടം ആർക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. സ്നേഹിക്കുന്നവർക്ക് എന്തുവാ? അവകാശം, ദൈവരാജ്യത്തിൻ്റെ അവകാശം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് മാത്യു, ഇതാണ് നമ്മൾ വായിച്ചത്, ബിവെയർ ആൻഡ് ഗ്രോ അപ്പ്. ആ വാക്യം വായിച്ചതിനകത്തുണ്ടത്. എന്തിയ വാക്യം? സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ബിവെയർ. ആൻഡ് താഴോട്ട്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ബിവെയർ ആൻഡ് ഗ്രോ അപ്പ്. സൂക്ഷിച്ചുകൊള്ളുവീൻ, വളരുവീൻ. പ്രൈസ് ദി ലോർഡ്. അത്രയേ ഉള്ളല്ലോ മക്കളെ. ഓ ഇനിയുണ്ടോ? നിൽക്ക്. യോ അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ടോപ്പിക് എന്തുവാ? ബിവെയർ. സൂക്ഷിക്കണം. നിങ്ങൾക്കറിയാമോ? ആകയാൽ അജ്ഞാനികളാകാതെ ജ്ഞാനികളായി നടക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ സ്ലോയിൽ പോകുന്നെങ്കിലും പണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പൂച്ചയുണ്ടല്ലോ, ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഏറ്റവും മാർദ്ദവമായ എൻ്റെ കയ്യും കാലിൻ്റെയും ഒക്കെ താഴ്വശം. നമ്മുടെ നാട്ടിലൊക്കെ ഈ മതിൽ കെട്ടിയിട്ടേ കള്ളന്മാർ കയറാതിരിക്കാൻ വേണ്ടി കുപ്പിച്ചില് വെക്കുക അതിന് പുറത്ത്, നല്ല ഷാർപ്പായി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു കള്ളനും കയറിയില്ലെങ്കിൽ ഈ പൂച്ച അതിന് പുറത്ത് നടക്കും. എങ്ങനെ നടക്കുന്നറിയാമോ? ഒരു കാല് വെച്ച്, അതിൽ നമ്മുടെ കാലിൻ്റെ വകുപ്പൊന്നുമല്ല, മറ്റൊന്നിങ്ങനെ വളരെ അതാണ്. അതിനായി സൂക്ഷ്മതയോടെ, മലയാളം ഇംഗ്ലീഷ് എന്താ പറയുന്നത്? അത് തന്നെയാണ് സൂക്ഷ്മ. ബി കെയർഫുൾ. വളരെ കെയർഫുള്ളായിട്ടാ വിശ്വാസി ഇങ്ങനെ നടക്കണമെന്ന്. ഈ സ്പീഡ് അത് ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പാസ്റ്റർ പറഞ്ഞു പെതുക്കെ വന്നാൽ മതി എന്ന്. അയ്യോ ദൈവമേ, ഈ നമ്മൾ ഇവിടെ വളരെ സൂക്ഷിച്ച് പ്രസംഗിച്ചിട്ട് സംഗതി മോശമാണ്, കുഴപ്പമാണേ. ഞാൻ പറഞ്ഞു ദൈവം അയക്കാതെ ഒരാൾ ഇവിടെ വരത്തില്ല, പിന്നെ നിങ്ങൾക്ക് ആത്മീയ ഉത്തേജനം കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നിൽക്കുകയും വരുതെന്ന്. ഒരാൾ ഇവിടുന്ന് പോയിട്ട് പാസ്റ്റർ പറഞ്ഞില്ലേ ഉത്തേജനം കിട്ടുന്നതിൽ നിൽക്കണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ പോയതാണ്. നോക്കണേ, ഇപ്പം ഉത്തേജനം പ്രാപിച്ച വീട്ടിൽ ഇരിക്കുക അവർ. അത് മനസ്സിലായോ? പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മുടെ സൂക്ഷിച്ച് വേണം. എവിടെയാണ് പൈശാചികൻ കുപ്പിച്ചില്ല് വിരിച്ചിരിക്കുന്നത് അറിയത്തില്ല.
ഏത് ഏരിയയിലാണെന്ന് അറിയത്തില്ല അവൻ മുള്ളു വെച്ചിരിക്കുന്നത്. ആത്മീയൻ വളരെ കെയർഫുള്ളായിട്ട് ചുവട് വെച്ചില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ബൈ ചാൻസ് ഒന്നുകൂടെ പറയാം, അഥവാ ഒരു മുള്ളു കൊണ്ടാലും നോ 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 ഡോണ്ട് സ്റ്റേ ദേർ. Even something there, it's itching or something pinching you, but don't stay there. ഒരു പ്രാവശ്യം ഒരു ഭക്തൻ പറയാ, എനിക്കിത് വയ്യ, പിശാചിന്റെ പണിയായത് എനിക്ക് വയ്യ, എനിക്ക് വയ്യ. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3-ാം പ്രാവശ്യം ദൈവം പറയാ, ഇനി അത് പ്രാർത്ഥിക്കരുത്. I will double my grace in your life. നിനക്ക് ഗ്രേസ് കൂട്ടി തന്നാ പോരായോ? കൃപയിലും യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ഗ്രേസ് ആൻഡ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, യു ഗ്രോ ആൻഡ് ഗ്രോ അപ്പ്. ഈ 2 വിഷയം വളരെ ശ്രദ്ധിച്ച് വേണം ആത്മീയൻ ഏറ്റെടുക്കാൻ. ജീവിതം ഒരു സാധാരണ പോകുന്നൊരു ജീവിതമല്ല. ഇറ്റ്സ് നോട്ട് ഈസി റണ്ണിങ് തിങ്. നോ 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 ജസ്റ്റ് അങ്ങ് മാരത്തോൺ ഓടിയ പോലെ ഒന്നും ഓടുന്നില്ല. ഇവിടെ നമ്മൾ വിഷയം ഓടിയുള്ള കഴിഞ്ഞ ദിവസം. അതുപോലെ എവിടെയെങ്കിലും ഓടി എവിടെയെങ്കിലും ഇരുന്ന് പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് ചെല്ലുക അല്ല. ഇത് ഓടേണ്ടത് സകലത്തിലും ലാക്കും. the author and the finisher of our faith. അവനെ നോക്കി ലക്ഷ്യം തെറ്റാതെ പോകുവാൻ നിങ്ങൾക്ക് കംഫർട്ടറായിട്ടും കമ്പാനിയനായിട്ടും പരിശുദ്ധാത്മാവിനെ ദൈവം നിയോഗിച്ചാക്കി. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോട്ടെ. സോ ഈ പത്രോസിലെ ചില വിഷയങ്ങളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ വരുന്നത്. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയുമുണ്ട് താഴ്ചയുമുണ്ട്. നമ്മൾ വിചാരിക്കരുത് ഐ ആം എ പെർഫെക്റ്റ് പേഴ്സൺ. ഈവൻ ദ പാസ്റ്റേഴ്സ് ഐ ആം 100% പെർഫെക്റ്റാണ്, നിങ്ങളൊക്കെയാണ് കുറവുള്ളവർ. ആ നിലയിൽ പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കുന്നവരെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബുധനാഴ്ച നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല, കണ്ടാൽ ഇരിപ്പ് കണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്. നമുക്കല്ല ഗ്യാരണ്ടി, ആ ദൈവത്തിനാണ് ഗ്യാരണ്ടി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞത് സ്വർഗം കാലിയായി കടന്നാലും നിങ്ങളെ കൊണ്ടുപോകും. ആര് പറഞ്ഞത്? സ്തോത്രം. ഒരു ചർച്ചിൽ അങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ, ഒരു ചർച്ചിൽ ഈ കോളാമ്പി, ഞാൻ പറഞ്ഞു കോളാമ്പി എന്ന് പറഞ്ഞോട്ടെ, കാരണം ഇത് അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ പ്രസംഗിച്ചത്. ഒരു വിശ്വാസി, ഒരു പാസ്റ്റർ പറഞ്ഞു, ഒരു വിശ്വാസി ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, ഇയാളങ്ങ് കേൾക്കാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടെന്നേ. 50 വർഷമായി ഞങ്ങളുടെ ഒരു ഇച്ചിപ്പ് പോലും പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റുമോ? ഉണ്ടോ? അപ്പോൾ ഇറ്റ് ഈസ് ബട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു കമ്മിറ്റ്മെൻറ്റ്. മരണം ഞങ്ങളെ തമ്മിൽ പിന്നെ അത് മനുഷ്യരല്ലയോ, വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആരുപേക്ഷിച്ചാലും ലോകബന്ധങ്ങൾ ശവക്കുഴി വരെ മാത്രമേ ഉള്ളൂ, നിത്യത വരെയുള്ള ബന്ധമായി വിളിക്കുന്ന ബന്ധങ്ങൾ. സ്വതന്ത്രം. അപ്പോൾ ഓക്കെ, ഒന്ന് ഹാൻഡിൽ ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ that's okay. It's okay. She will continue attending English service also. കേൾക്കണേ. അപ്പോൾ പത്രോസ് ജീവിതത്തിൽ പല ബലഹീനത വന്നു. ഈ ബിവെയർ ആൻഡ് ഗ്രോ അപ്പ് എന്നുള്ള ആ ടോപ്പിക്ക് ഒന്നിട്ടത് ആ ടോപ്പിക്ക് ഒന്ന് മാറ്റി വേണമെങ്കിൽ ഇടാം. ബിവെയർ ആൻഡ് ഗ്രോ അപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങളുണ്ടെന്നേ. നമ്മൾ ഈ കാണുന്ന പുറമേ ഉള്ളതല്ല വിഷയം. റിയൽ ആയിട്ടൊരു മനുഷ്യൻ അകമേ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ലോർഡ് ഐ ലവ് യു ദാവീദ് പറയുക. ആൻഡ് ദൈവം എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത് പബ്ലിക്കിനോട് പറയുക.
ഒരു രാജാവ്, ഒരു ഫാമിലി മാൻ, ഒരു പാസ്റ്റർ, ഒരു ഫാദർ, ഒരു ലീഡർ, ഒരു സൈന്യാധിപൻ, എല്ലാം മുമ്പ് ഞാൻ എൻ്റെ പ്രാർത്ഥനയും യാചനയും ദൈവം കേൾക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എല്ലാവരും പ്രൈസ് ദി ലോർഡും കൈയടിച്ച് സ്തോത്രം പറഞ്ഞു കാണും. അത് വെരി ഈസിയാ പറയാൻ. പക്ഷേ Psalm 18 verse 1, ലോർഡ് ഐ ലവ് യു, എൻ്റെ ബലമായ യഹോവേ, അതിച്ചിരി പ്രയാസമാണ്. ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ ഹാർട്ട് ആൻഡ് ഡയറക്ട്ലി ടു ദ ഫാദർ. അവനോടാ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. താങ്ക് യു. ഇതിനൊരു വേറൊരു ടോപ്പിക് കൊടുത്താൽ റോങ് ഡിസിഷൻ. ആർക്കാ? അല്ലല്ലേ, പത്രോസിന്. ഇപ്പം നമ്മുടെ കാര്യം വിട്, നമ്മളെല്ലാം പെർഫെക്റ്റ് അല്ലേ. റോങ് ഡിസിഷൻ, റോങ് പ്ലേസ്, റോങ് പീപ്പിൾ, റോങ് വേർഡ്സ്, ഇതെല്ലാം അവൻ്റെ ജീവിതം നടന്നതല്ലേ. ബട്ട് സ്റ്റിൽ ജീസസ് ലവ്സ് യു. ഇത് നല്ല കാര്യം. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ ഏരിയയിലെല്ലാം പോയതുകൊണ്ടേ. സ്റ്റിൽ തെറ്റായ തീരുമാനം എടുത്തിട്ടില്ലേ? ഉണ്ടെന്നേ. തെറ്റായ ഇരിക്കേണ്ടാത്തടത്ത് പോയി ഇരുന്നിട്ടില്ലേ? സഹകരിക്കേണ്ടാത്തവരോട് പോയി അറിയാതെ സഹകരിച്ചിട്ടില്ലേ? പറയേണ്ടാത്ത വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടില്ലേ? ഈ ലോകത്തിലെ നേതാക്കളെ ഉണ്ടല്ലോ, നമ്മൾ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ വാക്കുകൊണ്ട് കൊന്നുകളെ. ലോകം കണ്ടതിലെ ഏറ്റവും വലിയ നേതാവാ, ഗുരുവാ, നസ്രയിലെ തച്ചൻ്റെ മകൻ യേശു. അവൻ ആരെയും തള്ളിക്കളഞ്ഞില്ല, ഇൻക്ലൂഡിങ് ജൂഡസ്. ആരെയും തള്ളിക്കളഞ്ഞില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചു. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ നമുക്ക് വന്ന വീക്ക്നെസ്സിൽ അവൻ തള്ളിക്കളയാത്ത ദൈവത്തെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അവനെ അന്ന് അറിഞ്ഞിരുന്നത് നസ്രയത്തിലെ തച്ചൻ്റെ മകൻ എന്നാ, തച്ചൻ്റെ മകൻ. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഇവൻ വാസ്തവത്തിൽ തച്ചൻ്റെ മകനാ. അല്ലയോ? തച്ചൻ്റെ ജോലി എന്തുവാ? ഉപകരണങ്ങളെ ചേർത്ത് വെച്ച് പണിയുക. ഒരു ചെയർ ഉണ്ടാക്കുന്നതിൽ കാല്, കയ്യ്, പലക, ബാക്സി ഇതെല്ലാം ചേർത്ത് വെച്ച് ആരാ പണിയുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തെ ചേർത്ത് വെച്ച് പണിത ഒരു തച്ചനില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഇവിടെയൊക്കെ ഇന്ന് ഈ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണോ? അല്ലെന്നേ. ദൈവകൃപയിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയ നമ്മെ അവൻ ചേർത്തു പണിത് നല്ല തച്ചൻ നമ്മെ പണിത് ദൈവാലയത്തിൽ കൊണ്ട് ദേണ്ടിരുത്തിയിരിക്കുന്നു. ആ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കാമോ? ഇവൻ തച്ചൻ്റെ മകനാണെന്ന് ജനം പറഞ്ഞപ്പോൾ, മക്കളെ ഇത് മാറ്റിയത്, തച്ചൻ്റെ മകനാണെന്ന് ജനം പറഞ്ഞപ്പോൾ ഇവൻ ആരാണെന്നറിയാമോ? ജനിച്ചപ്പോഴേ പറഞ്ഞു. ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചപ്പോഴല്ല, ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു അവൻ്റെ പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. നസ്രായന്റെ പേരെന്തുവാ? ദൈവം നമ്മോട് കൂടെ. വേറൊന്ന് വിശുദ്ധ പ്രജ. വിശുദ്ധ പ്രജ. ഹി ഈസ് ഹോളി വൺ. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പ്രത്യേകിച്ച് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരെ ആരാക്കും? വിശുദ്ധന്മാർ. അതിലൊരാളാണ് നമ്മുടെ ആ കൽക്കട്ടയിലുണ്ടായിരുന്നല്ലോ, മദർ തെരേസ. പുള്ളിക്കാരത്തെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഏതാണ്ടൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്, എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഇതാരല്ല, പ്രവൃത്തി കണ്ടിട്ട് വിശുദ്ധനാക്കിയതല്ല, ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധനായവൻ. നമ്മൾ ആരെയും പിൻപറ്റുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഒരു അഭിമാനം വേണം. എൻ്റെ യേശു ആരെന്നറിയാമോ? അവൻ ദൈവമാ. അവൻ എൻ്റെ ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നവനാ, ഇമ്മാനുവേൽ, വിശുദ്ധ പ്രജ. പിന്നെ അടുത്തത് അത്യുന്നതന്റെ പുത്രൻ. അത്യുന്നതന്റെ പുത്രൻ. എന്തിനാ അവൻ പുത്രനായി വന്നത്? എന്നെയും നമ്മളെയും പുത്രനാക്കി തീർക്കുവാൻ, മക്കളാക്കി തീർക്കുവാൻ.
ആൻഡ് ഫോർത്ത് വൺ അതെന്തറിയാമോ? യഹൂദന്മാരുടെ രാജാവ്. ഒരാൾ ജനിച്ചു കഴിഞ്ഞ് കുടുംബത്തിലാണെങ്കിലേ ഉള്ളൂ അവൻ രാജാവാകാൻ ചാൻസ്. ഇവൻ രാജകുടുംബത്തിലൊന്നുമല്ല ജനിച്ചത്. പക്ഷെ ജനിക്കുന്നതിന് മുമ്പേ സ്വർഗം സർട്ടിഫൈ ചെയ്തു, ഈ വരാൻ പോകുന്ന പൈതല് അവൻ രാജാവാ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ എത്ര നല്ലതായിരുന്നു. നമ്മൾ ഈ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ഇച്ചുകൊടുക്കുന്ന ഉത്സാഹത്തോട് ചെയ്യണം. കാരണം എന്തുവാ? നാം ആരെ ആരാധിക്കുന്നു? അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന ആരാധന. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഈ അറിവിനായ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇനി സൈഡില്ല കേട്ടോ. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി 10 മിനിറ്റിനുള്ളിൽ നിർത്താൻ. മലയാളം സർവീസ് പെട്ടെന്ന് പറയാം. ഈ പത്രോസ് നല്ല കാര്യങ്ങൾ പത്രോസ് ചെയ്തിട്ടുണ്ടോ കേട്ടോ. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു കുഴപ്പമില്ല. ഞാനല്ല പറഞ്ഞത്, വല്ലതും പറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പറയണം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം. ഞാൻ ഞങ്ങളുടെ ജോൺസൻ്റെ വല്യപ്പച്ചൻ്റെ മരണസമയത്ത് അവിടെ നിന്ന് പോയി. ഞങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്കാണ്. ഞാനും ശരിയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാം അവിടെ ചെന്നു. ഞാൻ ഒന്ന് കണ്ടേച്ചിങ്ങ് പോരാമെന്ന്. ഞങ്ങൾക്ക് വേറെ വളരെ അർജൻറ്റാണ്. ഒന്ന് കണ്ടേച്ച് പോരാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കിടക്കുന്ന വ്യക്തി അറിയാൻ വയ്യാത്തവർ പോലും ഈ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഞാൻ അങ്ങ് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രിയ കൊച്ചുമോൻ, അത് ജോൺസൺ കൊച്ചുമോൻ്റെ ഫാദറിൻ്റെ ബന്ധമുണ്ട്. അവസാനം ദൈവം ശുശ്രൂഷിക്കുക. ഇപ്പോൾ അവസാനം പറഞ്ഞാൽ ഇരിക്കണ്ടായോ? അവസാനം വൈകിട്ട് 5 മണിയായി. സത്യം പറഞ്ഞു, ഒരു അതിശയോക്തി പറയും. 2 പേരും ഇവിടെ ഫിറ്റ്നസ് ഉണ്ട്. എന്നിട്ട് ഇവർ അടക്കുന്നില്ല. പിന്നെ ഒരു അമ്മാച്ചൻ മരണം അങ്ങ് തിരുവല്ല അതിന് വെച്ചിട്ട് 6:30 രാത്രിയായി എന്നിട്ട് അടയ്ക്കുന്നത്. നോക്കണേ. ഞാൻ പറയും വല്ലതും പറയാറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അതുകൊണ്ടൊക്കെയല്ലേ ഞാൻ ഈ പുള്ളിക്കാരത്തെ പറ്റി ഒന്നും പറഞ്ഞത്. എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും പറയണമെന്ന്. പറ. അതിനെന്നാ? പ്രൈസ് ദി ലോർഡ്. ചെവിയും കേൾക്കാതെ മൂക്കി ഭംഗി മഞ്ഞിട്ട് പിന്നെ എങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വല്ലതും കേൾക്കുമോ? പറയണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ നല്ല സഹോദരനകത്ത് നമ്മുടെ ഈ പത്രോസിനെ ഒന്നും അടുത്താക്കരുത്. ഞാൻ പറയട്ടെ, പെന്തിക്കോസ് നാളിൽ എണ്ണാനറിയാം, അങ്ങനെ ഒരാൾ പറഞ്ഞതായി എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ പേടല്ല, എണ്ണാനറിയാൻ വയ്യാത്ത പത്രോസിന് വേണ്ടി എണ്ണിത് പരിശുദ്ധാത്മാവാന്ന്. എത്ര? 3000 സഭയോട് ചേർന്നു. ഇന്ന് ആരെങ്കിലും ഒരു പ്രസംഗത്തിന് 3000 കൊണ്ട് കൈപൊക്കുന്ന ഒത്തിരി റിപ്പോർട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സഭയോട് സ്നാനപ്പെട്ട് ചേർന്ന 3000. നല്ല കാര്യമല്ലയോ അത്? ആരെയാ ഉപയോഗിച്ചത്? പത്രോസ്. പുതുനിയമത്തിലെ 1-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാരെ ഭക്തന്മാരൊക്കെ പത്രോസിനെയും യോഹന്നാനെയൊക്കെ അവർ കണ്ടതും കേട്ടതും എഴുതിയപ്പോൾ വേറൊരു ഭക്തനുണ്ട്, സ്വർഗത്തിൻ്റെ മർമ്മത്തെ വെളിപ്പെടുത്തി കൊടുത്ത ഭക്തൻ പൗലോസ്. ഇവരെയൊക്കെ എത്ര ആദരിക്കണം, ആദരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവിനെ 6 കോടതികളായിട്ട് വിസ്തരിച്ചു. ഒന്ന് ഹന്നാവിൻ്റെ, അതിൽ 3 മാനുഷിക മേധാവികളും 3 ഭരണ നേതാക്കളെ കൊണ്ടാണ് വിസ്തരിച്ചത്. എല്ലാം ഒന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാൻ സമയമില്ല, ഒന്നാമത് അറിയത്തുമില്ല. 1 ഹന്നാവ്, 2 കയ്യാഫാവ്, 3 ന്യായ. ഇത് 12 മുതൽ രാവിലെ വരെയുള്ള കാര്യമാണ്. ഇത്രയും സമയത്തുള്ളിൽ 6 കോടതികൾ കയറി മാറി മാറി. 3 എനിക്കറിയത്തില്ല ഇത്രയും പേര് എങ്ങനെ പെട്ടെന്ന് വന്നെന്ന്. 71 പേരുള്ളതാണ് ന്യായാധിപ സംഘം എന്ന് പറയുന്നത്. അത് തന്നെ. 23 പുരോഹിതന്മാർ, 23 മൂപ്പന്മാർ, 23 ശാസ്ത്രിമാർ, 2 മഹാപുരോഹിതന്മാർ. ഈ ന്യായാധിപ സംഘം എന്ന് പറയുന്നതാണ് സന്നിധി സംഘം. ശരി.
പിന്നെ അപ്പോൾ 1 ഹന്നാവ്, 2 കയ്യാഫ, 3 സന്നിധി സംഘം, 4 പീലാത്തോസ്, 5 ഹെരോദാവ്, 6 എഗെയിൻ പീലാത്തോസ്. ഇത്രയും ഇടയിൽ കയറി ഇറങ്ങി കർത്താവിന് ഇവിടൊക്കെ ആരുണ്ടായിരുന്നു? പത്രോസ് ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ആരുണ്ടായിരുന്നു? പത്രോസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റോങ് ഡിസിഷനാ പറ്റിയത്. എല്ലായിടത്തും പോയി ഇരിക്കരുതായിരുന്നു. നമ്മൾ ഈ ആത്മീയത്തിൽ, പക്ഷേ നമുക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവൻ അറിയത്തില്ലെന്ന് പറയേണ്ടി വന്നത്. നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഡീറ്റെയിൽ പോകുന്നില്ല, കാരണം സമയമില്ലല്ലോ. നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ഡെസ്റ്റിനിയെ ഫുൾഫിൽ ചെയ്യുന്നത്. ആണോ അല്ലയോ? ഡെയിലി നമുക്ക് ദൈവം സാവകാശം തരും. ഇന്നും യു ക്യാൻ ഡു എനിത്തിങ് ടുഡേ ആൾസോ, നോ പ്രോബ്ലം. ബട്ട് വാട്ട് ഈസ് യുവർ ഡിസിഷൻ ടുവേർഡ്സ് ഗോഡ്? ദൈവത്തോളം തീരുമാനം എന്തോ അതാണ് നമ്മൾ നിത്യതയെ ബാധിക്കുന്നത്. അറിയാമല്ലോ, അബ്രഹാം ലോത്തും രണ്ടുപേർക്കും സമയം കഴിഞ്ഞ് കൊടുത്തു. ഒരുത്തൻ നീരോട്ടമുള്ള പ്രദേശം, ഒരുത്തൻ മുകളിലേക്ക് നോക്കി. അതുകൊണ്ട് രണ്ടും രണ്ട് വഴിക്ക് പോയി. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഈ നല്ല കാര്യം പറയുന്നതിന് മുമ്പേ 2-3 ചെറിയ കാര്യം പറയാം. അത് പറഞ്ഞു വിടത്തേ ഉള്ളൂ. 1, കർത്താവിനെ കണ്ട മാത്രയിൽ അനുസരിച്ച് അവനെ മനസ്സിലാക്കി എല്ലാം വിട്ട്, പടകും വിട്ട്. നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടും വിടാത്ത എത്ര പേരുണ്ട്? അപ്പം നമ്മളെക്കാൾ നല്ലതാരാ? അയ്യോ, പിന്നെ ചിലരൊക്കെ രാജിവെച്ച് വീട്ടിലിരിക്കുക, കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാ. വേല പോകത്തുമില്ല, അതാ ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ആണേ. അപ്പോൾ ഇതെന്തുവാ? കർത്താവ് പറഞ്ഞു, ആ പടകും വിട്ടു, എല്ലാം വിട്ടു. അവൻ പെട്ടെന്ന് പോകുമ്പോൾ 2, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവനാണ്. എല്ലാവരും എന്തെല്ലാം പറയുന്നു, അവന് ഏലിയാവ അല്ലെങ്കിൽ അതൊക്കെ പറയും. നിങ്ങളെന്തോ പറഞ്ഞു? 11-12 മിണ്ടാതിരിക്കുമ്പോൾ ഒരാളെഴുന്നേറ്റു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. ആ കിട്ടിയ റെവലേഷനായി സ്തോത്രം. ഹല്ലേലൂയ. 3, വചനത്തോട് പ്രിയമുള്ളവനായിരുന്നു. കൊച്ചു പുള്ളിയൊന്നും അല്ലായിരുന്നു കേട്ടോ. വചനത്തോടെ നിങ്ങൾക്കും വേണമെങ്കിൽ പോയിക്കോ. ഇവരെല്ലാം പോയില്ലേ, നിങ്ങൾക്കും പോ. നിന്നെ വിട്ട് എങ്ങോട്ട് പോകാനാ? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനെ. നിന്നെ വിട്ട് 4, യേശുവിനെ ഭവനത്തിൽ കൊണ്ടുപോയ വ്യക്തി അല്ലയോ? അവർ ചെന്നപ്പോഴാണ് എൻ്റെ അമ്മായിയമ്മ സുഖമായി ഇതാ കിടക്കുന്നത്, എൻ്റെ അമ്മായിയമ്മ സുഖമില്ലാ കിടക്കുന്നത്, വന്ന് പ്രാർത്ഥിക്കുന്നത്, അതൊന്നുമല്ല. അവൻ്റെ താല്പര്യം അനുസരിച്ച് ആ വീട്ടിൽ അത് വായിച്ചു നോക്കി. ചെന്നപ്പോൾ അമ്മായിയമ്മ സുഖമില്ലാ കിടക്കുന്ന യേശു കണ്ടു എന്നായിരിക്കും. അപ്പോൾ യേശുവിനെയൊക്കെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന നമ്മൾ, അതുപോലെ നമ്മുടെ വിശ്വാസികളൊക്കെ പാസ്റ്റർമാരെ സ്വീകരിക്കുന്ന പോലെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച ഭാഷ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ, അതിനേക്കാളും നല്ല സ്വഭാവം ആർക്ക്? പത്രോസിന്. അങ്ങനെ വിളിച്ച് ചെന്നപ്പോഴാണ് നീണ്ടു കിടക്കുന്ന അമ്മായിമ്മ. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ അമ്മായിയമ്മയും സൗഖ്യമാവും. പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി മുമ്പോട്ട് പോട്ടെ. പിന്നെ സാഹസികമായ ആശയം. ഇത് ചുമ്മാ പുള്ളിയൊന്നുമല്ല. നീ ആണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ടല്ലോ, പത്രോസിനെ പറ്റി കുറ്റം പറയും. എന്നാലും അവൻ വെള്ളത്തിൽ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു? കുറച്ച് താന്നുപോയി. അപ്പം എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കരയ്ക്ക് നിന്നാൽ പോരായിരുന്നു. വെള്ളം കണ്ടാൽ പേടിക്കുന്നവനെ പ്രസംഗിക്കുന്നത്. അത് മനസ്സിലായോ? പ്രസംഗിക്കാൻ ഈസിയാ സ്റ്റേജിൽ. ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കുറഞ്ഞ വർഷം ആ വെള്ളത്തെ കയറി കാല് വെച്ചല്ലോ. സാധാരണക്കാരനൊന്നുമല്ല, സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വസിക്കുന്ന ആളാ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു സ്വഭാവമൊക്കെ അല്ലേ അത്? പിന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാം. കർത്താവിനെ ഒത്തിരി സ്നേഹം. നമ്മുടെ വിഷയം സ്നേഹമല്ലേ? കർത്താവ് എന്തുവാ? എല്ലാവരും യേശു കർത്താവിൻ്റെ ക്രൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിനക്കങ്ങനൊന്നും എനിക്കത് കാണാനേ
പറ്റത്തില്ല. പിന്നെ നിനക്കങ്ങനെ ഭവിക്കരുത്. ഇനിയും ഈ അരക്ക് ഇത് കിട്ടുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയോളം കഴുക നീ. അപ്പോൾ എന്തോ ഒരു സ്നേഹമാണ്. ഇത്രയൊന്നും സ്നേഹം ആർക്കില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിനാൽ സ്തോത്രം. അപ്പം അതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാസ്റ്റർക്ക് മനസ്സിലാകണമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് കർത്താവിൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ളൊരു താല്പര്യം. എന്തുവാ സംസാരിച്ചത്? ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ എന്ത് കിട്ടും? ഇതാരാ ചോദിക്കുന്നേ? പത്രോസാ. ഞങ്ങൾ ഈ പടമൊക്കെ വിട്ടല്ലോ, എന്തോ കിട്ടും? പുള്ളിക്ക് അതും അറിയണം. തെറ്റൊന്നുമല്ല, എന്താ കിട്ടുമെന്ന് അറിയാമെന്നും തെറ്റൊന്നുമല്ല. ദാവീദ് ചോദിച്ചില്ലേ, അതുകൊണ്ട് ഈ അഗ്രചർമ്മിയെ കൊല്ലുന്നവന് പ്രതിഫലം ഉണ്ടെന്നേ. 7ാമത്തെ പോയിന്റ് ആരെങ്കിലും ഓർക്കുന്നുണ്ട്? വായിച്ചെന്താണ്? അവനെ സ്നേഹിക്കുന്നവന് ജീവകിരീടം കിട്ടും. അവനെ സ്നേഹിക്കുന്നവന് അവനോട് കൂടെയുള്ള അവകാശം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഈ ഭൂമിയിൽ കിട്ടുമെന്ന് വിചാരിച്ച് എന്ത് ചെയ്താലും ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിപ്പോയി. മുമ്പോട്ട് പോട്ടെ, ഞാൻ വാക്കുകൾ ചുരുക്കാൻ പോവുക. അടുത്ത 8ാമത്തത് കർത്താവിനെ അനുസരിപ്പാൻ മനസ്സുള്ളവൻ. രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. മീൻ എതുവഴി വരും എങ്ങോട്ട് പോകുമെന്ന് അറിയാവുന്ന മുക്കുവനായി പറയുന്നത്. കടലില്ല ജീവിതം. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും എത്ര നല്ലൊരു വാക്കല്ലേ. എങ്കിലും നിന്റെ വാക്കിന്. നിങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ വരും. അവർ വരുമ്പോൾ ആ ജംഗ്ഷനിൽ പോയി നിൽക്കണം. അവനോട് പറയണം പെസഹയ്ക്ക് യജമാന് പെസഹ ഒരുക്കാൻ ഒരു വീട് കാണിച്ചു തരാൻ. നോക്കിയേ, നമ്മളാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ പോയി കളയും. രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തോർത്ത് തുടച്ച്, നിങ്ങൾ മനസ്സിലായവർക്കായ തോന്നും. ബാലൻസ്ഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ലൈഫ് അധികം ആഗ്രഹിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കുടം ചുമന്ന് വെള്ളം തുറന്ന് ഇങ്ങനെ വരിക. കർത്താവ് എന്താ പറഞ്ഞേ? ആ ജംഗ്ഷനിൽ ടൈം ഫാക്ടർ, ആ ജംഗ്ഷനിൽ പോയി നിങ്ങൾ നിൽക്കണം. ഇവൻ വരും. ഇവരിത് കേട്ടോണ്ട് മോനെ എഴുന്നേക്ക്, അല്ലെങ്കിൽ യോഹന്നാനെ എഴുന്നേക്ക്, അവരെ എഴുന്നേക്കൊക്കെ പറഞ്ഞ് എല്ലാവരും എഴുന്നേപ്പിച്ചൊക്കെ പോയി. പക്ഷേ ഇവനാ ലീഡർ. ആ ടൈമിന് അവിടെ ചെന്നതുകൊണ്ടാണ് യജമാൻ്റെ പെസഹ ഒരുക്കാൻ സ്ഥലം കിട്ടിയത്. ബി പങ്ക്ച്വൽ ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്. ഇതൊക്കെ ആരാ നമ്മളെ പഠിപ്പിക്കുന്നേ? താങ്ക് യു. പത്രോസ് വിശ്വസ്തനായി ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. ഇനിയും ഇത് ഇത്രയും നല്ല കാര്യം പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു പത്രോസുകളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ശീല പാട്ടും പാടി അങ്ങ് നിർത്താൻ പോവാം. എന്തോ ഉണ്ടോ? ഇതാണ് EPC. കേട്ടോ ഗ്ലോബ, ഇത് മെട്രോ പോലൊന്നുമല്ല. മറ്റേ പുള്ളി പഠിച്ചു വരുന്നേ ഉള്ളൂ മെട്രോ എന്താണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരൊക്കെ ഇടറിയാലും ഞാനൊരു എ സെൽഫ് കോൺഫിഡൻസ് പേഴ്സൺ. ആത്മീയജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് നല്ലതല്ല കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തോ ഭാഷ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. വി നീഡ് സംബഡി ടു ട്രസ്റ്റ്. വേണോ വേണ്ടായോ? വേണം. എനിക്ക് ആരുടെയും കുഴപ്പമില്ല, ഐ ക്യാൻ ഡു എവറിതിങ്, ഐ നോ ഇറ്റ്. അതാ സെൽഫ് കോൺഫിഡൻസ് വേണ്ടത്. ഇല്ല, പ്രാർത്ഥനയെന്ന് പറയുന്നത് തന്നെ ഒരു നിസ്സഹായൻ്റെ നിലവിളിയാണ്. എന്നെക്കൊണ്ട് പറ്റത്തില്ല ലോർഡ്, എൻ്റെ സാഹചര്യം നിനക്കറിയാം. ഐ നീഡ് സംബഡി ടു ഷെയർ മൈ തോട്ട്സ് വിത്ത് യു. നമുക്കൊരു വിഷയം വന്നാൽ ഹൃദയഭാരം ഒന്ന് ഷെയർ ചെയ്യുന്ന എത്രയോ നല്ലതല്ലയോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവം ഉള്ളതുകൊണ്ട് ആരെങ്കിലും. വി നീഡ് സംബഡി.
ദൈവാശ്രയമാണ് കേട്ടോ ജീവിതത്തിൻ്റെ വിജയം. ഞാൻ പെട്ടെന്ന് പോകാം. മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിക്കളത്തില്ല. അറിയാമല്ലോ, കൊഴുവ് ഒന്നിനു മുമ്പേ. അത് ഓവർ കോൺഫിഡൻസാണ്. പക്ഷേ ആ പറഞ്ഞ ഏരിയയിൽ ബേഗായിപ്പോയി. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെല്ലാം ഈ നമ്മുടെ തനി മലയാളം എന്ന് പറഞ്ഞാൽ വീം പഠിക്കരുതെന്നാണ്. ഞാൻ വളരെ കണ്ടു വന്നവരാണ്. ഒരു വലിയ ദേവദാസൻ പറഞ്ഞു, അത് പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നില്ല, എൻ്റെ മുമ്പിൽ എങ്ങനെ കൊണ്ട് നിർത്തിയാലും ഞാൻ കുലുങ്ങത്തില്ല. ആ പറഞ്ഞ വിഷയത്തിൽ ഞാൻ തോറ്റുപോയി. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ കൃപയാലല്ലേ. അതാണ് കൃപയിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. ഇന്ന് നിൽക്കുന്നത് കൃപയാല, നാളെ നിൽക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ട്രസ്റ്റ് ഒൺലി ഇൻ ഹിം. അവന് അതല്ലയോ നിന്റെ വഴി, യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. ട്രസ്റ്റ് ഒൺലി ഇൻ ഹിം. He will make a way to you. Praise the Lord. ഞാൻ മക്കളെ ചുരുക്കുക, അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഈ ചിന്തിക്കാതെ സംസാരിക്കുക. എന്തുവാ ചിന്തിക്കുക? നിനക്ക് അങ്ങനെ പറ്റാൻ പാടില്ല എന്ന്. അപ്പം ഈ മരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ നീ വന്നേ ഒരു കാര്യം. ആരാ ഇദ്ദേഹം? വലിയ ലീഡറ്. നീ വന്നേ, ഇനി ഇങ്ങനൊന്നും കാര്യമൊന്നും പബ്ലിക്ക് പറയരുത്. ബൈബിൾ ഉള്ളതാണ് കേട്ടോ. ഞാൻ പറയാം, ഇനി ഇങ്ങനത്തെ കാര്യമൊന്നും പബ്ലിക്കിൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് പത്രോസ് യേശുവിനെ ശാസിക്കാൻ തുടങ്ങുന്നത്. അയ്യോ, ഇത്രയ്ക്ക് അതോറിറ്റിയോ? ആരെ ശാസിക്കുന്നു? അതും ഇച്ചിരി ഇങ്ങോട്ട് വന്നേ. ഇനി മേലാണ്ടല്ലോ ഇതുപോലുള്ള കാര്യം ഈ പബ്ലിക് ഇരിക്കും പറയരുത്. യേശുവോ ഇച്ചിരി ഡിഗ്രി കൂട്ടി ഒറ്റ സാധന പിശാച് എന്നെ വിട്ടുപോകും. അത് പത്രോസിനെ അല്ല, അവനെ ഭരിക്കുന്ന ആ പിശാചിനെയാണ്. സ്വതന്ത്രം. ഇംഗ്ലീഷ് വന്നു. ഇനി അടുത്തത് നമ്മുടെ EPC പറയുന്നത് എന്തുവാ? ഇത് കൈ വെച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഈ യഹൂദന് അതൊരു ഒരു സൈഡാകട്ടോ, അത് വേണം. വസ്ത്രത്തിലൂടെയൊക്കെ ഉള്ളതെന്ന അറിവ് ഏതാ വാളൊക്കെ. പക്ഷേ ഇതിനു വേണ്ടിയാത് അതവിടെ ഇരുന്നോട്ടെ. നമ്മുടെ ആയുധങ്ങളോ ജഡികങ്ങൾ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, യേശു അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പുള്ളി യേശുവിനേക്കാൾ മുമ്പ് ജയിലിൽ പോയത്. ആ വെട്ടിയിട്ട, പക്ഷെ അതല്ല ഉന്നം തെറ്റി. വേറെ വിഷയം. എനിക്ക് തോന്നുന്നു ചെവി ഇങ്ങനെ എല്ലാവർക്കും വെട്ടിയത്, കഴുത്തേലായിരുന്നു വെട്ടത്. അപ്പോൾ യേശു ഉന്നം തെറ്റിച്ച്, ചില ഉന്നങ്ങൾ തെറ്റുന്നതോർത്ത് കർത്താവിനെ ചോദിക്കാമോ? മനസ്സിലായവർക്കായി സ്വതന്ത്രം. കഴുത്തെ വിട്ടത് എവിടെ എത്തിയത്? പെട്ടെന്ന് കർത്താവ് തന്നെ എടുത്തു കഴിഞ്ഞപ്പം ഈ സംഗതി വെട്ടിപ്പോയതുപോലുമില്ല. ഇതാർക്ക് വേണ്ടി ചെയ്തത്? വെറും പക്തോസാണോ? എടുത്തുചാട്ടക്കാരൻ, ദേഷ്യക്കാരൻ, വെട്ടാൻ താല്പര്യമുള്ളവൻ. അതിൻ്റെ കർത്താവ് പറഞ്ഞ പറഞ്ഞവനെ കണക്കിലെടുക്കില്ല. പിന്നെ ധീരനാ, പക്ഷേ ഭീരുവാ. ഒന്നും വായിക്കാൻ സമയമില്ല. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. റോങ് ഡിസിഷൻ, റോങ് പ്ലേസ്, റോങ് വേർഡ്, റോങ് പീപ്പിൾ. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് 4 സുവിശേഷം കേട്ടോണേ, ശ്രദ്ധിക്കാം. നിങ്ങൾ എഴുതാക്കാനേ പറഞ്ഞുള്ളൂ, അങ്ങോട്ടും സംസാരിക്കാൻ പറഞ്ഞില്ല. 4 സുവിശേഷങ്ങളിൽ ഒരു സുവിശേഷത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ യേശുവിനെ തള്ളിപ്പറഞ്ഞ് 3-ാം പ്രാവശ്യം യേശു അവനെ നോക്കി. ആ നോട്ടം കോപത്തിൻ്റെ നോട്ടമല്ലായിരുന്നു, ആ നോട്ടം അനുകമ്പയുടെ നോട്ടമാണ്. ആ നോട്ടത്തിൽ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. അവിടെയാണ് ഉറക്കെ പോയി കരഞ്ഞു എന്ന് പറഞ്ഞു. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ എത്രയോ വീക്ക്നെസ് വന്നു. ദൈവം ആഗ്രഹിച്ച പോലോ നാം ആഗ്രഹിച്ച പോലോ കഴിഞ്ഞ വർഷം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവത്തോട് നമ്മൾ എത്ര കാര്യങ്ങൾ കർത്താവേ ഒരു ഓപ്പർച്യൂണിറ്റി തരുവാണെങ്കിൽ ഞാൻ നിന്റെ സാക്ഷ്യം വഹിക്കാമെന്ന്. ദൈവം ഓപ്പർച്യൂണിറ്റി തന്നു, സാക്ഷ്യം വഹിച്ചോ? ഞാൻ അധികം പ്രാർത്ഥിക്കാൻ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞ സന്ദർഭമില്ലേ?
ദൈവം ഏതെല്ലാം സിറ്റുവേഷൻ ഒരുക്കി തന്നു, നാം പലപ്പോഴും അതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ചില്ലല്ലോ. ഡോണ്ട് വറി, സ്റ്റിൽ ഹി ലവ്സ് യു. സ്റ്റിൽ ആ പത്രോസിനോട് ആ ചോദ്യം മാത്രം ഞാൻ പറയട്ടെ. ഹേ പീറ്റർ, ഞാൻ പറയട്ടെ, chapter 21 ജോൺ ദ ബുക്ക് ഓഫ് ജോണില് chapter 21 ആഡ് ചെയ്ത് കേവലം പത്രോസിന് വേണ്ടി. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, നീ എത്രയോ പ്രാവശ്യം എന്നെ തള്ളിപ്പോയി? അതല്ല, ഒന്നും ചോദിക്കുന്നില്ല. പീറ്റർ, ഡു യു ലവ് മീ? ഇന്ന് പകൽക്കാലം അതേ ചോദ്യം ചോദിക്കുന്നത്, ഡു യു ലവ് മീ? കർത്താവിന് ഒന്നുകൂടെ അല്പം കൂടെ മുൻപോട്ടൊന്ന് സ്റ്റെപ്പ് ചെയ്ത് സ്നേഹിപ്പാൻ താല്പര്യമുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ദൈവം കൃപ കൂട്ടിത്തരും, പരിജ്ഞാനം കൂട്ടിത്തരും. ദൈവ കൃപയിലും ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇത് രണ്ടും കൂട്ടി തന്നാ പോരായോ? ഒരു ഭക്തൻ പറഞ്ഞല്ലോ, അപ്പൊ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത കഴിഞ്ഞു വരുന്നു. നമുക്ക് ആ ഒരു ലൈൻ ഒന്ന് പാടിയിട്ട് അടുത്ത ഇംഗ്ലീഷ് സർവീസിലേക്ക് പോവാ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിനുറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയത് തിരുകൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയത് തിരുകൃപ മതി എനിക്ക്. ജീവിത യാത്രയത് ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിത യാത്രയത് ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ആമേൻ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയത് നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയത് തിരുകൃപ എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ഓ
എനിക്ക് കർത്താവേ. Your grace is sufficient, Lord. Whatever the circumstances of my